ഫ്രണ്ട്സ്, ഇന്നൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ടൈം നോക്കിക്കേ, 5:10 ഇത്ര നേരത്തെ എണീക്കാനുള്ള കാരണം ഋതുവിട്ട് ഇന്ന് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് കിടന്ന് പുള്ളിക്കാരി കളിക്കുന്നുണ്ട്. ഋതുവിട്ട് എണീറ്റ് നമ്മളാരും എണീറ്റില്ലെങ്കിൽ അവൾ കിടന്ന് നല്ല ബഹളം വെക്കും കേട്ടോ, നല്ല കരച്ചിലാണ്. പിന്നെ ഞാനും കൂടെ എണീറ്റ് കുറച്ച് നേരം അവളുടെ കൂടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പതിയെ അവൾക്ക് ഉറക്കം വന്ന് തുടങ്ങി. അപ്പം ഞാൻ പതിയെ എങ്ങനെയൊക്കെയോ ഉറക്കി തൊട്ടിലിനകത്ത് കിടത്തിയിട്ടുണ്ട്. അവൾ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാൻ കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പം ഞാനും കൂടെ അങ്ങ് എണീറ്റു കേട്ടോ. ഞാനും അങ്ങ് എണീക്കാമെന്ന് പിന്നെ വിചാരിച്ചു. ഞാൻ എണീറ്റപ്പോഴത്തേന് അമ്മ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണിയാകുമ്പോഴത്തേന് അമ്മ എണീക്കും. കാരണം ബ്രദറിന് കോളേജിൽ പോകാനുള്ളതുകൊണ്ട് ചോറൊക്കെ കൊടുത്ത് വിടും കേട്ടോ. അതുകൊണ്ട് അമ്മ രാവിലെ എണീറ്റ് ചോറും കറിയൊക്കെ വെക്കും. അതുകൊണ്ട് അമ്മ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഞാൻ എണീറ്റ് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് എനിക്ക് പണ്ട് മുതലുള്ള ശീലമാണ് കേട്ടോ. എണീറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് വെള്ളം കുടിക്കണം. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി ഒന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോഴത്തേന് അമ്മ അവിടെ ഉപ്പുമാവിനുള്ളതെല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ക്യാരറ്റും സവോളയും പിന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാൻ. ഇത് ഉപ്പുമാവിനുള്ളതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ക്യാരറ്റും സവോളയും പച്ചമുളകും. ഞാനാണെങ്കിൽ കഥയൊക്കെ തുറന്നൊന്ന് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ഇരുട്ടാണ് കേട്ടോ. ചെറിയ രീതിയിൽ തണുപ്പുണ്ട് കേട്ടോ. ഡിസംബർ മാസമല്ലേ, അപ്പോൾ നല്ല രീതിയിൽ തണുപ്പുണ്ട്. ഇത് ഞങ്ങൾ ക്രിസ്മസിന് ഇട്ട സ്റ്റാറാണ് കേട്ടോ. വെളിയിൽ നല്ല അന്തരീക്ഷം, നല്ല നിശബ്ദതയായിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൽ നിന്നുള്ള ആ സൗണ്ട് മാത്രം കേൾക്കാം. അടുത്ത് തന്നെയാണ് കേട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. അപ്പോൾ അമ്പലത്തിൽ രാവിലെ പാട്ടിടും, ആ പാട്ടിൻ്റെ സൗണ്ട് മാത്രം കേൾക്കാം രാവിലെ. അപ്പോൾ ഞാനൊന്ന് പോയി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷാണ്. ഞാനിവിടെ ഫേസ് വാഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സെറ്റാഫിലിൻ്റെ ക്ലെൻസറാണ് കേട്ടോ. ഞാൻ 2-3 വർഷങ്ങളായിട്ട് ഈ ക്ലെൻസർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് സ്കിന്നിലൊരു ഇഷ്യൂ വന്നിട്ട് ഞാൻ ഡോക്ടറിനെ കാണിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ തന്നെയാണ് കേട്ടോ എനിക്ക് ഈ ക്ലെൻസർ യൂസ് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ഈ ക്ലെൻസർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലൊരു ക്ലെൻസറാണ്, ഒരു മൈൽഡ് ക്ലെൻസറാണ്. എന്താ പറയുക, ഓക്കെയാണോ? സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ക്ലെൻസറാണ് കേട്ടോ അത്. അങ്ങനെ ഫേസ് വാഷ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് തുടച്ചെടുത്ത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന അക്വോളജിക്കയുടെ മോയ്സ്ചറൈസറാണ്. അതും ഞാൻ 2 വർഷം കൊണ്ട് ഈ മോയ്സ്ചറൈസർ തന്നെയാണ് കേട്ടോ. പപ്പായയുടെ മോയ്സ്ചറൈസറാണ്, നല്ലതാണ്, ഓക്കെയാണ്. അങ്ങനെ അതും യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നത് വാദി ഹെർബൽസിൻ്റെ ലിപ് ബാമാണ് കേട്ടോ. ഓക്കെ പ്രോഡക്റ്റാണ്, കുഴപ്പമില്ല. ഇത് ഞാൻ 2-3 മാസങ്ങളായിട്ടേ ഉള്ളൂ കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഒരു ഓറഞ്ചിൻ്റെ ഫ്ലേവറാണ്, ഓറഞ്ചിൻ്റെ നല്ല സ്മെല്ലുമാണ് കേട്ടോ. നല്ലൊരു ലിപ് ബാമാണ്. പിന്നെ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ സ്റ്റവിനകത്ത്. കാപ്പി എന്ന് പറയുന്നത് മറ്റേ കരിപ്പോട്ടിയില്ലേ, കരിപ്പോട്ടി വെച്ചിട്ടുള്ള കാപ്പിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും രാവിലെ കാപ്പിയാണ് കേട്ടോ കുടിക്കാറ്. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഈ കാപ്പി. അത് സ്റ്റൗ ഓണാക്കിയിട്ട് അതിനകത്തേക്ക് വെള്ളം വെച്ചപ്പോഴത്തേന് അമ്മ അതിനുള്ള കുരുമുളകും ഏലക്കയും ഇഞ്ചിയും ഒക്കെ ഒന്ന് ചതച്ച് തരുന്നുണ്ട് കേട്ടോ അതിനകത്ത് ഇടാനായിട്ട്. വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് ഏലക്കയും കുരുമുളകും ഇഞ്ചിയും കൂടെ ചതച്ച് അതിനകത്തോട്ട് ഇടും. അങ്ങനെ അമ്മ ചതച്ച് തന്ന് ഞാൻ അതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ കാപ്പി ഉണ്ടാക്കുമ്പോഴത്തേന് അമ്മ ബാക്കിയുള്ള അമ്മ രാവിലത്തെ ഉപ്പുമാവിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ കരിപ്പോട്ടി. ഞാൻ എടുത്തപ്പോഴത്തേന് അങ്ങ് 2ആയിട്ടങ്ങ് മുറിഞ്ഞു പോയി. അങ്ങനെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒരു സ്വീറ്റ്നെസ്സാണ്. അങ്ങനെ കരിപ്പോട്ടി ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അത് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് അതിനകത്ത് കുരുമുളകും ഏലക്കയും ഇഞ്ചിയും ഒക്കെ ആയിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കരിപ്പോട്ടി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരിപ്പോട്ടിയും അതെല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേന് ആദ്യം കരിപ്പോട്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അലിയിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടപ്പോൾ അത് നന്നായിട്ട് അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേന് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യും. എന്നിട്ട് ആ വെള്ളം അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കരിപ്പോട്ടി കാപ്പി. അങ്ങനെ അത് അരിച്ചെടുക്കുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾക്ക് പപ്പ എണീറ്റിട്ടില്ല, കാപ്പി ഇട്ടിട്ട് അമ്മ പോയി വിളിക്കും. അങ്ങനെ കരിപ്പോട്ടി കാപ്പി ഞങ്ങൾക്ക് 3 പേർക്കും കൂടെയാണ് കേട്ടോ ഇട്ടത് രാവിലെ. അപ്പോഴത്തേനും ഋതുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഋതുട്ടനെ ഞാൻ പപ്പായും എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ പപ്പായുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പോയി കോഫിയൊക്കെ കുടിച്ചു. അങ്ങനെ പപ്പ ഋതുട്ടനെ ഉറക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. ആൾ ഉറങ്ങുന്നില്ല. എത്ര ഉറക്കിയിട്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നേരത്തെ ഉറക്കി കിടത്തിയതാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ആൾ എണീറ്റു. പിന്നെ നോക്കിയിട്ട് ആൾ ഉറങ്ങുന്നതേ ഉണ്ടായിരുന്നില്ല. അമ്മ ദേ ഇഞ്ചിയൊക്കെ റെഡിയാക്കി വെക്കുന്നു ഉപ്പുമാവിന് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാനും അതൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കാപ്പി കുടിക്കുകയാണ് കേട്ടോ. പിന്നെ അമ്മ തേങ്ങ പൊതിക്കുന്നുണ്ട്. നാളത്തേക്ക് തേങ്ങ വെള്ളമില്ലേ, അത് മാറ്റി വെക്കും. നാളത്തേക്ക് അപ്പമാണെന്ന് പറഞ്ഞു. അപ്പത്തിന് വേണ്ടിയിട്ട് തേങ്ങ വെള്ളം മാറ്റി വെച്ചേക്കും. മറ്റേ തേങ്ങ അവന് ചമ്മന്തി അരയ്ക്കാനൊക്കെ തേങ്ങ, പിന്നെ ഉപ്പുമാവിനും കുറച്ചിടാനായിട്ട് തേങ്ങ. അങ്ങനെ പിന്നെ നേരം വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള വയലാണ് കേട്ടോ. തണുപ്പുണ്ട്, നല്ല രസമുണ്ട് അല്ലേ കാണാനായിട്ട്. നേരമൊക്കെ വെളുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് ചോറ് അപ്പോഴത്തേനും വെന്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഉപ്പുമാവിനുള്ള ഉള്ളിയും സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ തേങ്ങ ഇറങ്ങിയത്. അപ്പം ഞാനൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം അമ്മ ഉപ്പുമാവ് അങ്ങ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഉപ്പുമാവൊക്കെ റെഡിയാക്കിയിട്ടൊന്ന് തത്തിപ്പൊത്തി അടച്ചങ്ങ് വെച്ചു. അപ്പോൾ കുറച്ചുകൂടെ കിടന്ന് വേവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ അടച്ചു വെച്ചു. വീട്ടിൽ നിന്ന് പേരമരത്തിൽ നിന്ന് പേരയ്ക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിപ്പമുള്ള പേരയ്ക്കയാണ്. അത് രാവിലെയാണ് അമ്മ കണ്ടത്. അപ്പോൾ പറഞ്ഞു എന്നോട് പേരയ്ക്ക പിടിച്ചിട്ടുണ്ട്, വാ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം നല്ല വലിപ്പമുണ്ട്. സാധാ പേരയ്ക്കേനെക്കാട്ടി നല്ല വലിപ്പമില്ല, കടയിലൊക്കെ കിട്ടുന്ന പോലുള്ള നല്ല വലിപ്പമുള്ള പേരയ്ക്ക. അപ്പോൾ പപ്പായ പറഞ്ഞത് അത് മാത്രമല്ല ഫ്രണ്ടിൽ സ്ട്രോബെറി പേര പിടിച്ച് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും പോയി നോക്കി. എന്നെ കാണിച്ചു തന്നതാണ്, ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ എന്നെ കാണിച്ചു തന്നതാണ്, കമ്പ് വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് കാണിച്ചു തന്നതാണ്. മേളിൽ നിൽപ്പുണ്ട്, വാ നോക്കാമെന്നും പറഞ്ഞ്. അങ്ങനെ പിടിച്ചിങ്ങനെ ചായച്ചപ്പോഴത്തേനും അതങ്ങ് അടന്ന് വീണ് കേട്ടോ. വീണിട്ടുണ്ടായിരുന്നു. അത് പഴുത്തങ്ങണ്ട് നിന്നെയായിരുന്നു, അങ്ങ് വീണ്. അപ്പം നോക്കിയപ്പോൾ പഴുത്തിട്ടുണ്ടായിരുന്നു സംഭവം. അങ്ങനെ വാ ടേസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് പപ്പ അത് കൊണ്ടുവന്ന്, പപ്പ അത് കഴുകിയിട്ട് എല്ലാവർക്കും കഴിക്കാമെന്നും പറഞ്ഞ് പപ്പ അത് എടുത്തിട്ട് പോയി. ഞാൻ ഫസ്റ്റ് അമ്മയെ കൊണ്ടുവന്ന് കാണിച്ചു. കണ്ടോ, സ്ട്രോബെറി പേര പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കൂടെ മുറിച്ച് തരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ആ പേരയ്ക്കയുടെ ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ആ തൊലിക്ക് ചെറിയൊരു കയർപ്പ് പോലെയും തോന്നി. അപ്പോഴത്തേനും പിന്നെ ഋതുട്ട എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ പപ്പ വെയിൽ കൊള്ളിക്കാൻ വേണ്ടി പുറത്തോട്ടൊന്ന് എടുത്തുകൊണ്ട് പോയി കേട്ടോ ഋതുട്ടനെ. പിന്നെ അമ്മ അപ്പോഴത്തേക്ക് അച്ഛനുള്ള ചോറൊക്കെ റെഡിയാക്കി പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.